ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവം. ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്തേക്ക് ആ പറയുന്ന ആളുകൾ പിന്നെ രാഷ്ട്രീയം നമ്മൾ നോക്കണം, എത്ര ക്രൂരമായാണ്. ഒരു ചെറുപ്പക്കാരനെ കയ്യും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ ആർത്ത് കരയുമ്പോൾ അവൻ വേദന കൊണ്ട് പൊളയുമ്പോൾ ചിരിക്കുകയാണ്, അത് അട്ടഹസിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് അവർക്ക് ഇത് സാധിക്കുന്നത്? അവർ സമൂഹത്തിന് മുമ്പിലല്ലേ. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ പിന്നെ എങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത്? ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായി അതും ഒരു കോളേജിൽ പഠിക്കാൻ പോയ വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എത്ര ക്രൂരമായാണ് അവിടെ വേട്ടയാടപ്പെട്ട് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകം എന്നൊക്കെ നമ്മൾ പറയുന്ന രൂപത്തിലേക്ക് ആ കുട്ടിയുടെ ജീവിതം അവസാനിച്ചില്ലേ? ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം അവരെടുത്ത വീഡിയോക്കകത്ത് പുറത്ത് വന്നതുകൊണ്ടാണ്, അത് അന്വേഷിച്ചപ്പോഴാണ്, അങ്ങനെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അത് പുറത്ത് വരാത്ത എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ക്യാമ്പസുകൾ നടക്കുന്നു, കോളേജ് ക്യാമ്പസിനകത്ത് ഈ പിന്നെ റാഗിങ്ങിനപ്പുറത്തേക്ക് പണ്ടൊക്കെ റാഗിങ് ഉണ്ടായിരുന്നു. റാഗിങ്ങിനേക്കാളും വലിയ ക്രൂരതയല്ലേ ക്യാമ്പസുകൾ നടക്കുന്നത്? ഇതൊക്കെ ആര് പുറത്തറിയുന്നുണ്ടോ? ഏകാധിപത്യ ക്യാമ്പസുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾ അതൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായി കാണുന്നവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് അവർക്ക് ആ രൂപത്തിൽ ആകാനുള്ള ശ്രമത്തിലേക്ക് അവർ പോകല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ സമൂഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയിൽ നടത്തുന്ന കൊലപാതകത്തിൽ നടത്തിയ ആളുകൾക്ക് ആ പാർട്ടിയും അതിന്റെ ആളുകളും കൊടുക്കുന്ന ഒരു പിൻബലം അത് രാഷ്ട്രീയ സമൂഹത്തിന്റെ എല്ലാ മേഖലയും എത്തുന്നില്ലേ? ഇതൊക്കെ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ആളുകൾ, ഇപ്പം TV ചാനലിൽ വാർത്ത വായിക്കുന്നതും വാർത്ത കാണുന്നതും ചാനൽ ചർച്ച കാണുന്ന പുതിയ തലമുറ എത്ര പേര് ശ്രീ അജിംസ എന്ന് പരിശോധിക്കണം. നിങ്ങളത് പരിശോധിക്കൂ. എത്ര ആൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്തരം വാർത്തകൾ കാണും. അവരൊക്കെ അതിനകത്തൊന്നും TV കാണുന്നതിലേക്കൊന്നും അവരല്ലെങ്കിൽ ചർച്ചകൾ കാണുന്നതോ അല്ലെങ്കിൽ അത്തരം പരിപാടികളിലേക്കൊന്നും പുതിയ തലമുറയില്ല. പുതിയ തലമുറക്ക് അതൊന്നും അറിയില്ല. അവർ ഈ പറയുന്ന ഒരുപാട് പിന്നെ ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്ന ആളുകളുടെ പിറകെ പോകുന്നു. അവർക്ക് ഫാൻ ഫോളോ ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് ലൈക്കും കമന്റും അടിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് പോവല്ലേ. അപ്പൊ അതൊക്കെ തടയേണ്ടതാരാ? തടയേണ്ട സർക്കാരാണ്. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരത്തിലുള്ള ആളുകളെ ഡിജിറ്റൽ കണ്ടന്റ് ധാരാളമായി കൺസ്യൂം ചെയ്യുന്ന ഒരു ശീലം മലയാളിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഡിജിറ്റൽ കണ്ടന്റ് ധാരാളമായി കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇൻഫ്ലുവൻസർമാർ എന്നൊരു പുതിയ വിഭാഗം ഉയർന്നു വരികയാണ്. എന്താണ് ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരൊന്നും ചെയ്യുന്നില്ല. പകരം ഈ ജനങ്ങൾ അവരിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ അട്രാക്റ്റഡ് ആവുകയോ ചെയ്യുകയാണ്. ഈ ഡിജിറ്റൽ കണ്ടന്റിന്റെ അമിത ഉപയോഗം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക മാനസിക പ്രശ്നമായി മാറുന്നുണ്ടോ? ഡോക്ടർ ജയപ്രകാശ്. എന്നോടാണോ? അതെ അതെ അതെ. അപ്പം ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള കാരണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഈ പറഞ്ഞ പുതിയ മൊബൈൽ ഫോണിൻ്റെതും, അത് പുതിയതെന്ന് പറയാൻ കഴിയത്തില്ല, ഒരു 2-3 ദശകങ്ങളുടെ ഒരു കാലമുണ്ട്. അതിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിമുകളും കാർട്ടൂണുകളും ചെറിയ പ്രായത്തിൽ തന്നെ കാണുന്നത് വഴി അവരുടെ തലച്ചോറിൽ അഗ്രഷൻ്റേതായ തരത്തിലുള്ള ഒരു ടോളറൻസ്, കൂടുതൽ അഗ്രഷൻ കാണാനുള്ള ടോളറൻസ് ലെവലും അതുപോലെ തന്നെ ബ്രെയിൻ വികാസത്തിലുണ്ടാകുന്നുണ്ട്.